ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണക്കൊള്ള സിപിഐഎം നേതാവ് എ പത്മകുമാർ അറസ്റ്റിൽ. മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്നു. ശബരിമല സ്വർണക്കൊള്ള മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിൽ. എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിർണായക നീക്കവുമായി എസ്ഐടി. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. എസ്ഐടി തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. നിലവിൽ സിപിഐഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പത്മകുമാർ. സ്വർണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുവാനായി എ പത്മകുമാറിന് മുൻപ് 2 തവണ എസ്ഐടി നോട്ടീസ് നൽകിയിരുന്നു. എൻ വാസു അറസ്റ്റിലായതിന് പിന്നാലെയാണ് പത്മകുമാറിന് രണ്ടാമതും നോട്ടീസ് അയച്ചത്. എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ പത്മകുമാറായിരുന്നു ദേവസ്വം ബോർഡ് അധ്യക്ഷൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും എസ്ഐടിക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ തെളിവ് ശേഖരിക്കുവാനുള്ളതിനാലാണ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ വൈകുവാൻ കാരണം എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സ്വന്തം നേതാക്കൾ ജയിലിൽ പോകുമ്പോൾ അതൊന്നും പാർട്ടിക്ക് തിരിച്ചടിയല്ലെന്ന് പറയുവാൻ MV ഗോവിന്ദന് മാത്രമേ കഴിയൂ. തൊലിക്കട്ടി അപാരം പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ്. ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സിപിഐഎം നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചെന്നും ഇനി ചോദ്യം ചെയ്യേണ്ടത് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദി എന്ന തരത്തിലാണ് മുൻപ് സിപിഐഎം നേതാക്കൾ പ്രതികരിച്ചിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദി എങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പോറ്റിക്കെതിരെ പരാതി നൽകിയില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. പോറ്റി കുടുങ്ങിയാൽ പലരും കുടുങ്ങും എന്ന് സിപിഐഎമ്മിന് അറിയാമായിരുന്നു. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഉൾപ്പെടെ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ടെന്നാണ് കരുതുന്നത് എന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രി വാസവന്റെ പങ്കും സംശയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഐഎമ്മിന്റെ അറിവോടുകൂടിയാണ് കൊള്ള നടന്നത്. സ്വന്തം നേതാക്കൾ ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് തിരിച്ചടിയല്ല എന്ന് പറയുവാൻ MV ഗോവിന്ദന് മാത്രമേ കഴിയൂവെന്നും ഗോവിന്ദന്റെ തൊലിക്കട്ടി അപാരമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം പ്രകടനമായി എത്തി പത്രിക നൽകി UDF സ്ഥാനാർത്ഥികൾ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കൊപ്പം പ്രകടനമായി എത്തി പത്രിക നൽകി UDF സ്ഥാനാർത്ഥികൾ. പാലക്കാട് പിരായിരി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDFന്റെ മതേതര ശക്തി കേന്ദ്രമായി പിരായിരി തുടരും. പിരായിരിയിൽ UDF തുടരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ പങ്കുവച്ച് കുറിച്ചു. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിനെ തുടർന്ന് പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വേദിയിലെത്തിയിരുന്നു. പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലാണ് രാഹുൽ പങ്കെടുത്തത്. നേരത്തെ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ പ്രചാരണത്തിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം സംഭവത്തിൽ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം സ്വതന്ത്രം. തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെ അല്ല, കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല സ്വർണക്കൊള്ള കേസിൽ N വാസുവിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെയാണ് SIT അറസ്റ്റ് ചെയ്തത്. പത്മകുമാറിന്റെ അറസ്റ്റിൽ മറുപടിയുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം സ്വതന്ത്രമാണ്. മന്ത്രിതലത്തിൽ ഫയൽ അയക്കേണ്ട ആവശ്യമില്ല. ബോർഡിന്റെ തീരുമാനങ്ങൾ സ്വതന്ത്രമാണ്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ മന്ത്രിസഭാ സമയത്ത് വന്നിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ ബോർഡിന്റേത് മാത്രം. ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെ അല്ലെന്നും കടകംപള്ളി വ്യക്തമാക്കി. പ്രതിപക്ഷം ഒരുപാട് അന്യായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. കുറ്റമറ്റ അന്വേഷണമാണ് നടക്കുന്നത്. അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ കാത്തിരിക്കണം. സർക്കാരിന്റെ കൈകൾ ശുദ്ധം. ഇളക്കുവാൻ പറയുവാനും പൂശാൻ പറയുവാനും ദേവസ്വം മന്ത്രിക്ക് അവകാശം ഇല്ല. കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് മാതൃകാപരമായ കേസന്വേഷണം. ഇങ്ങനെയൊരു സർക്കാരിനെ എവിടെ കാണാൻ കഴിയും? CPM ജില്ലാ സെക്രട്ടറി. ശബരിമല സ്വർണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ അറസ്റ്റിൽ മറുപടിയുമായി CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പാർട്ടി നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. SIT അന്വേഷണത്തിൽ പാർട്ടി ഇടപെടുന്ന പ്രശ്നമില്ല. ഒരാളെയും സഹായിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കില്ല. കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് മാതൃകാപരമായ കേസന്വേഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങൾ വന്നതിന് ശേഷം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുന്ന കാര്യം തീരുമാനിക്കും. മുഴുവൻ ആളുകളെയും തൂക്കിയെടുത്ത് അകത്തിടാനാണ്
മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനി പാർട്ടി പ്രവർത്തകനാണെങ്കിലും ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കും. സർക്കാരിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും. സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സത്യസന്ധമായ നിലപാട്. ഇങ്ങനെയൊരു സർക്കാരിനെ എവിടെ കാണാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എ പത്മകുമാറും അറസ്റ്റിൽ. സിപിഐഎം കടുത്ത പ്രതിരോധത്തിൽ. ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമല അയ്യപ്പ വിശ്വാസികളെ കൂടെ നിർത്താൻ ശ്രമിച്ച സിപിഐഎം ഇപ്പോൾ അയ്യപ്പ ഭക്തരുടെ മുൻപിൽ മുട്ടടിച്ചു നിൽക്കുകയാണ്. സിപിഐഎമ്മിന്റെ 2 പ്രമുഖരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതോടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സിപിഐഎം കടുത്ത പ്രതിരോധത്തിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരായിരുന്ന എൻ വാസു, എ പത്മകുമാർ എന്നിവർ അറസ്റ്റിലായതാണ് സിപിഐഎമ്മിനും സംസ്ഥാന സർക്കാരിനും തലവേദനയായി മാറിയത്. എ പത്മകുമാർ മുൻ എംഎൽഎയും പത്തനംതിട്ടയിലെ സിപിഐഎമ്മിന്റെ പ്രമുഖ നേതാവുമാണ്. പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരിക്കെ എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളിയാക്കി മാറ്റിയത് ഇവരുടെ ബുദ്ധിയാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ദേവസ്വം കമ്മീഷണറായി വിരമിച്ച വാസു പിന്നീട് സിപിഐഎം നേതാക്കളുടെ ഇഷ്ടക്കാരൻ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് അധ്യക്ഷനായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊണ്ടുപോകുവാനുള്ള അവസരം ഒരുക്കിയത് പത്മകുമാർ എന്നാണ് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. നായയുടെ കടിയേൽക്കുന്നവർക്ക് 3500 രൂപ വീതം നൽകും. മരണം സംഭവിക്കുന്നവരുടെ കുടുംബങ്ങൾക്കും പേവിഷബാധ ഏൽക്കുന്നവർക്കും 5 ലക്ഷം രൂപ നൽകും. നഷ്ടപരിഹാര വിതരണത്തിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുവാനും തീരുമാനിച്ചു. പാമ്പ് കടിയേൽക്കുന്നവർക്ക് സൌജന്യ ചികിത്സയും സർക്കാർ പ്രഖ്യാപിച്ചു. ആയുഷ്മാൻ ഭാരത പദ്ധതിക്ക് കീഴിലാണ് സൌജന്യ ചികിത്സ പ്രഖ്യാപിച്ചത്. ബംഗളൂരു മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ വരുന്ന മേഖലകളിലാണ് ഇത് നടപ്പാക്കുക. സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ബാധകമല്ല. നഗരകേന്ദ്രങ്ങളിൽ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.